ചോദ്യം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്കിവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് ഒന്നാമത്തെ, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. രണ്ടാമത്തെ, ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. നാലാമത്തെ, വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ചോദ്യം: മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? ഉത്തരം: വികിരണം. ചോദ്യം: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം: അയ്യങ്കാളി. ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതുമായാണ് ബിഷ്ണോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം, അതായത് വനസംരക്ഷണം. ചോദ്യം: ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ചോദ്യം: ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഏത്? ഉത്തരം: ഹിമാലയം. ചോദ്യം: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആര്? ഇവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ഉത്തരം മുഖ്യമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ഉത്തരം ഒന്നാമത്തേണ്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ചോദ്യം: അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം വരാത്തത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, ഉത്തരം ആവൃത്തി. ചോദ്യം: കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ഉത്തരം തിമിരം. ചോദ്യം: ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? നമുക്കിവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയാണ് ശരി, അതായത് ഒന്നാമത്തെ, ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. രണ്ടാമത്തെ, ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാനായിരുന്നു.